ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നവ്യ നായരുടെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അവരുടെ സ്കിൻ ഗ്ലോ വർദ്ധിപ്പിക്കാനായിട്ട് അവർ ഏത് തരത്തിലുള്ള ഫേസ് പാക്കാണ് യൂസ് ചെയ്യുന്നത്, വീട്ടിലൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു അവരുടെ ഫേസ് പാക്കും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ആ ഫേസ് പാക്കാണ്. സെയിം അതുപോലെ നമ്മൾ ട്രൈ ചെയ്യാണ്. അപ്പം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഓൾറെഡി അത് വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇൻട്രോ ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം യൂസാണ്. അപ്പം ഇച്ചിരി ഒരു ഗ്ലോ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇച്ചിരി ബ്രൈറ്റ്നെസ് ഒക്കെ കൂടിയതുപോലെ ഫീൽ ചെയ്യുന്നു. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. നമ്മുടെ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതേ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലും നമ്മളും ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നോക്കാം, നമുക്ക് റിസൾട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് യൂസ് തന്നെ ഒത്തിരി മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോഴേ അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ചെയ്യുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലും മാക്സിമം അതിനോട് നമുക്ക് യോജിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യണം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ സ്ക്രബിംഗ് ആണ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത്. അപ്പം സ്ക്രബിങ്ങിന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്, നവ്യമേഡം എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് കോഫി പൗഡർ ഞാൻ എൻ്റെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള അളവുകളെ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടുക കേട്ടോ. അപ്പം കോഫി പൗഡറാണ് അതിൽ തന്നെ എടുക്കുന്നത് കേട്ടോ. പിന്നെ എടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എടുക്കാം. അപ്പം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കേട്ടോ. അപ്പം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. പഞ്ചസാരയും കോഫിയൊക്കെ നല്ലൊരു സ്ക്രബ്ബറാണല്ലേ. അപ്പം എല്ലാവരുടെ ഫേസിന് ഇതൊക്കെ പറ്റും കേട്ടോ. അപ്പം നാരങ്ങ പറ്റാത്തവരാണെങ്കിൽ നാരങ്ങ ഒഴിവാക്കിയിട്ട് ചേർക്കാം കേട്ടോ. തക്കാളി നീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പറ്റുന്നവരാണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചിട്ട് കുറച്ചായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഹെയറൊക്കെ നല്ലോണം ഒതുക്കി വെച്ച് കെട്ടണം കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആയതുകൊണ്ട് സ്ക്രബിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നല്ല വലിപ്പമുള്ള പഞ്ചസാരയൊക്കെ ആകുമ്പോഴേ ഇത്തിരി മൂർച്ചയുണ്ടാവും. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡും ഈ രണ്ട് സൈഡുണ്ടല്ലോ, ഇവിടെയും പിന്നെ നമ്മുടെ ഈ വായുടെ ഈ സൈഡ് പിന്നെ നെറ്റിയുടെ ഈ സൈഡ് ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് ചെയ്യണം കേട്ടോ. പിന്നെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാം, ഒരു കൈ കൊണ്ട് നമുക്ക് നടക്കത്തില്ല. ഇതൊരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ചുണ്ടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. കുറച്ച് വായിലൊക്കെ പോവും, സാരമില്ല. ഈ ഒരു ഭാഗത്തും ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് വായിലായി നല്ല മധുരവും കാപ്പിപ്പൊടിയുടെ ഒക്കെ കൂടെ മിക്സാണ്, നാരങ്ങയുടെ ആ പുളിപ്പും. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം.
കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ, തിരക്ക് പിടിച്ച് ചെയ്യരുത്. എൻ്റെ ഈ സൈഡും ഇവിടെയൊക്കെയാണ് എന്താ പറയുക ഡാർക്ക് അടിക്കുന്നത്. പിന്നെ കണ്ണിൻ്റെ സൈഡ് നമ്മൾ മൊബൈലൊക്കെ നോക്കുന്നത് കൊണ്ടേ നമ്മുടെ ഈ കണ്ണിൻ്റെ സൈഡും ഒക്കെ പെട്ടെന്ന് ഡാർക്ക് അടിക്കും. അത് നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഫേസൊക്കെ നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കൂടത്തേ ഉള്ളൂ. അപ്പം പറ്റുന്ന സമയങ്ങളിലൊക്കെ എല്ലാവരും ഇതുപോലെ അറ്റ്ലീസ്റ്റ് സ്ക്രബിങ് എങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്ത് കളയാം. നല്ല വെള്ളം ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്തിട്ടിടാം. അപ്പം വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഇത് തോന്നുന്നുണ്ട്. നമ്മൾ ഫേസിലൊരു ടവൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ചെയ്യരുത്, തുടയ്ക്കരുത് കേട്ടോ, ഉപ്പിയെടുക്കണം. സ്കിൻ അങ്ങനെ എപ്പോഴും ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉപ്പിയെടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ ആ ഭാഗം കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് അവർ പറയുന്നത് കറ്റാർ വാഴ. അതിൽ കറ്റാർ വാഴയുടെ ആ ജെല്ല് മാത്രം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കിയിട്ടാണ് അവർ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം കറ്റാർ വാഴയുടെ ആ ഒരു ചിലർക്ക് അലർജി പോലെ ഉണ്ടാവും, ചൊറിച്ചൽ പോലെയൊക്കെ ഇറിറ്റേഷൻ പോലെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തൽക്കാലം ഒരു കറ്റാർ വാഴ മുറ്റത്ത് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ജെല്ലൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടറ്റത്തുള്ള ആ ഒരു ആര് പോലത്തത് കളയണം കേട്ടോ. അപ്പം അതൊക്കെ ചെയ്യണം. അതിൽ ജെല്ല് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ജെല്ലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ കൂടി നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് ബെസ്റ്റ്. ഇപ്പം നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് കണ്ണിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ അബ്സോർബ് ആകുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഫേസ് പാക്കിൻ്റെ ആ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കടലമാവാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം 1 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. നെക്സ്റ്റ് 1 ടീസ്പൂൺ കോഫി പൗഡർ, ടീസ്പൂണാണ് കേട്ടോ എടുത്തത്. നിങ്ങൾ അളവൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഫേസിന് കണക്കായിട്ട് എങ്ങനെയാണോ അതുപോലെ എടുക്കുക കേട്ടോ. നെക്സ്റ്റ് പിന്നെ അവർ എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇതിലേക്ക് കസ്തൂരി മഞ്ഞൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഹണി കൂടി ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം അവരുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കാൻ അവർ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കാണ് ഇത്. അപ്പം നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് വർക്കാവുക, ഓരോ സ്കിന്നും ഓരോ പോലെയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. മാസത്തിൽ 2 തവണയൊക്കെ ട്രൈ ചെയ്താൽ മതിയാവും. നോക്കട്ടെ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫേസൊന്നും വാഷ് ചെയ്തിട്ടില്ല. ഇപ്പം ഏകദേശം കറ്റാർ വാഴയൊക്കെ സ്കിന്നിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ വെച്ചിട്ടല്ല, സ്പൂൺ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പം നിങ്ങൾ കൈ വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്യുക. അപ്പം ഞാൻ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന പോലെ നല്ല എന്താ പറയുക കട്ടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ലൈറ്റായിട്ട് ഇടരുത്, നല്ല കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, ശ്രദ്ധിക്കുക. ഈ പിരികത്തിൻ്റെ അവിടെ ഒന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്ന പോലെ തന്നെ നവ്യ മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമുക്ക് സ്കിന്നിൽ എന്താണ് ചില സ്കിന്നിനൊക്കെ രോമ വളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് രോമ വളർച്ച ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, മീശയൊക്കെ ഇല്ലാത്തവരൊക്കെ. അപ്പം ആണുങ്ങളൊക്കെ ഫേഷ്യലൊക്കെ ഇതുപോലെ എന്തെങ്കിലും മഞ്ഞളൊക്കെ വരുത്തേക്കുമ്പോഴേ മീശയുടെ അവിടെ ഒന്നും ആവരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പിരികത്തിൻ്റെ ആ ഭാഗത്ത്
നമ്മളാവാതെ ചെയ്യാം കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം അതിനുശേഷം കാണാം. ഫേസ് ഒന്ന് 20 മിനിറ്റ് ഡ്രൈ ആകാൻ വെച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ഫേസിലിങ്ങനെ വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്യാം. നമ്മളൊരു കഷ്ണം ബീറ്റ്റൂട്ട് എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ടോ കൈ കൊണ്ട് ഒന്ന് കീറി കൊടുക്കുക. ശേഷം നമ്മൾ മിൽക്കിൽ മുക്കിയിട്ട് അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ അതിൻ്റെ നീരെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കിയാലും മതി കേട്ടോ. നമ്മൾ പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള നീരൊക്കെ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ജ്യൂസ് പോലെ അടിച്ചെടുക്കുക. പാൽ കൂട്ടിയിട്ട് ഒരു കഷ്ണം ജ്യൂസ് ആക്കുക, അടിച്ചിട്ട് എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസിൽ. അത്യാവശ്യം സ്കിന്നിന് നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നമുക്ക് ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ.